ഇപ്പോൾ ഡെയിലി ഭക്ഷണത്തിൽ ഇത് നമ്മൾ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് ഇത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇക്കോളജിക്കലി കിഡ്നിയെ എങ്ങനെ ഡീടോക്സിഫൈ ചെയ്യാം, അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഒരു സൊല്യൂഷൻ, അതാണ് റാഡിഷ് പച്ചടി. നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈസിയായി നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് റാഡിഷ് പച്ചടി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇത് റാഡിഷ് ആണ്, അതുപോലെ ഇതിൽ പുളിക്കാത്ത തൈരാണ്, ഇത് തേങ്ങ ചിരകിയത് അരച്ച് വെച്ചിരിക്കുക, ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, തേങ്ങ മാത്രം. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കാന്താരി മുളകും മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ റാഡിഷ് തൊലി ജസ്റ്റ് ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ 2 റാഡിഷ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും ഇതുപോലെ തന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്താണ് ഇടുന്നത്. കാന്താരി നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചാണ് ഇടാൻ പോകുന്നത്. കാന്താരി നമ്മൾ ചതച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവ് അവരവരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ആഫ്രിക്കൻ മല്ലിയാണ്. നമ്മൾക്ക് ഇവിടെ ഫാമിൽ ആഫ്രിക്കൻ മല്ലി മാത്രമേ അവൈലബിൾ ഉള്ളൂ, അതുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത്. മറ്റേ മല്ലിയില എടുക്കേണ്ടവർക്ക് അതെടുക്കാം. ഇത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടാം. സാധാരണ മല്ലിയില എടുക്കേണ്ടവർക്ക് അതെടുക്കാം, അല്ലെങ്കിൽ കറിവേപ്പില ആയാലും ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയാണ്, അത് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിതിൽ പുളിക്കാത്ത തൈരാണ് ഇടേണ്ടത്. അതിൽ ധാരാളം പ്രോബയോട്ടിക്സ് ഉണ്ട്, നമ്മുടെ ദഹനമൊക്കെ പ്രോപ്പർ ആക്കും. ഇപ്പം ഇതിൽ ഉപ്പിടാൻ പാടില്ല. തൈരിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പ്രോബയോട്ടിക്സ് നഷ്ടപ്പെടും, അതുകൊണ്ട് ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് എക്സ്ട്രാ വെർജിൻ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഫാർമ ഫസ്റ്റിൻ്റെ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ്, തേങ്ങാപ്പാലിൽ നിന്നും നമ്മൾ എടുക്കുന്നതാണിത്. അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ HDL ഒക്കെ കറക്റ്റ് ചെയ്യാൻ ഇത് നല്ലതാണ്. ഇത്രയുമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് റാഡിഷ് നമ്മൾ പച്ചയ്ക്ക് റാഡിഷ് മാത്രമായിട്ട് കഴിക്കുമ്പോൾ അതിന് നല്ല കുത്തലുണ്ടാവും. കാരണം നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന റാഡിഷ് എന്ന് പറയുന്നത് മൂത്തതായിരിക്കും, അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല കുത്തലുണ്ടാവും. പക്ഷെ അതിൻ്റെ ഇളം റാഡിഷ് കഴിക്കുവാണെങ്കിൽ അത്രയും കുത്തൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ കഴിക്കുന്നത്. ഇത് കിഡ്നി ഡീടോക്സിഫിക്കേഷനും യൂറിനറി ഇൻഫെക്ഷനൊക്കെ വളരെ നല്ലതാണ്. നമുക്കതുപോലെ നമ്മളുടെ മെയിൻ മീൽ, അതായത് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ചോറ്, അല്ലെങ്കിൽ എന്തെങ്കിലും മില്ലറ്റ് കൊണ്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ചോറോ കഞ്ഞിയോ, അതിൻ്റെയൊക്കെ കൂടെ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. ഇപ്പോൾ ഡെയിലി ഭക്ഷണത്തിൽ ഇത് നമ്മൾ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് ഇത്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് റാഡിഷ് പച്ചടി പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്